ഡ്രൈ ആകുന്നതിന് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മുടെ തെറ്റായിട്ടുള്ള സ്കിൻ കെയർ കൊണ്ട് വരെ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആകാം. ചില ആളുകൾക്ക് പണ്ട് തൊട്ടേ സ്കിൻ ഡ്രൈ ആയിരിക്കും, അല്ലാത്ത ആളുകൾ ഉണ്ടാവും. അതായത് നമ്മൾ തെറ്റായിട്ടുള്ള പ്രോഡക്ട്സുകൾ, അതായത് ഒരുപാട് മണമൊക്കെയുള്ള കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്ത് സ്കിൻ ഡ്രൈ ആകാം. ക്ലൈമറ്റ് കാരണം സ്കിൻ ഡ്രൈ ആകുന്ന ആളുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ, സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാതിരുന്നാൽ, അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട് സ്കിൻ ഡ്രൈ ആകുന്നതിന് പിന്നിലായിട്ട്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ തെറ്റായ രീതിയിലുള്ള സ്കിൻ കെയർ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഡ്രൈ ആകുന്നത് സ്കിൻ എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ കാണാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്ന കുറച്ച് പാക്കുകളുണ്ട്. അത്തരത്തിലുള്ള പാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് വേണം. അതിൽ ഒന്ന് സ്ട്രോബെറി ആണ്, രണ്ടാമത്തേത് ഓട്ട്മീൽ ആണ്, മൂന്നാമത്തേത് തേനാണ്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രോബെറി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ സ്ട്രോബെറി വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്ട്രോബെറിയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിലുള്ള ഡ്രൈനെസ് മാറ്റാനും നമ്മുടെ ചർമ്മം നറിഷ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. തേനും അതുപോലെ സ്കിന്നിനെ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ആകുന്ന ഒരു പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത്രത്തോളം മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഓട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിൽ എന്തെങ്കിലും ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ സ്കിൻ ക്ലീൻ ആക്കും. മൊത്തത്തിൽ നമ്മുടെ ചർമ്മത്തെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ്, ചെറിയ വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇത് മൂന്നും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കുക. ഒരു സ്ട്രോബെറി എടുത്താൽ മതി. അതിലേക്ക് ഒരു അല്പം 1 സ്പൂൺ ഓട്സ് മീൽ ഇട്ട് കൊടുക്കുക. പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതാണ് അത്രയും നല്ലത്. അതിനുശേഷം 1 സ്പൂൺ തേനും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ആക്കുക. ഓൾറെഡി ഈ സ്ട്രോബെറി നമ്മൾ പേസ്റ്റ് ആക്കി കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല നീരുണ്ടാവും. അതും പിന്നെ 1 സ്പൂൺ തേനും പിന്നെ കുറച്ച് ഓട്സിന്റെ പൗഡറും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പേസ്റ്റ് ആയി കിട്ടും. സോ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 to 15 മിനിറ്റ്സിൽ താഴെ വെക്കുക. അതിനുശേഷം കഴുകി മാറ്റാം. ആഴ്ചയിൽ ഒരു 2-3 തവണ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സ്കിൻ നല്ല ഡീപ്പായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കാനായിട്ട് ഈ പാക്ക് സഹായിക്കും. രണ്ടാമത്തെ പാക്ക് തയ്യാറാക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് മതി. തൈരും കടലമാവും. കടലമാവിലേക്ക് തൈരിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നോർമൽ മഞ്ഞളോ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ താല്പര്യമില്ലെങ്കിൽ കട്ട് ചെയ്യാം. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 to 15 മിനിറ്റ്സിൽ താഴെ വെക്കുക. എന്നിട്ട് കഴുകി മാറ്റുക. ആദ്യം നിങ്ങൾ ഫേസിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കടലമാവ് ചർമ്മത്തിലുള്ള അമിത എണ്ണയും അഴുക്കും നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. കടലമാവ് തനിച്ച് വെള്ളത്തിന്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആവും സ്കിന്ന്. പക്ഷെ തൈരായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ടാനിങ് നീക്കം ചെയ്യാനായിട്ട് ഈ തൈര് സഹായിക്കും. ചർമ്മം യുവത്വമുള്ളതാക്കി വെക്കുകയും ചെയ്യും. ഓറഞ്ച് ജ്യൂസും ഓട്ട്മീലും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഓറഞ്ച് ജ്യൂസ്. ഈവൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും പറ്റുന്ന ഒന്നാണ് ഓട്ട്മീൽ എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും പാസ്ട്രസിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസും ഓട്ട്മീലും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആലോവേര ജെല്ലും ക്യുക്കുംബർ ജ്യൂസും കൂടെ മിക്സ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിനെ നല്ല കൂൾ ആക്കാനും ഹൈഡ്രേറ്റഡ് ആക്കാനും സഹായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ക്യുക്കുംബർ നമ്മുടെ ഫേസിൽ ഒരുപാട് നല്ലതാണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനായിട്ട്, ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ആലോവേര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഒട്ടും ഓയിലി ആക്കിയില്ല നമ്മുടെ സ്കിന്നിനെ. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാട്ടോ. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോ രീതിയിലാണ്. ആർക്കൊക്കെ എന്തൊക്കെയാണ് അലർജി എന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. സോ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുക. ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം ഈ പാക്കുകളൊക്കെ യൂസ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഈ പാക്കുകളൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.